ഒറ്റ ശിഖരം പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഈ കഥാനായകൻ്റെ കാമുകിയാണെങ്കിൽ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. ആ ഓർമ്മകളിലാണിപ്പോൾ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനന്തുവിൻ്റെ കുടുംബത്തിലേക്കാണ് മീനാക്ഷിയും കുടുംബവും എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ അനന്തുവാണെങ്കിൽ മീനാക്ഷിയുടെ ജീവിതത്തിലുണ്ടായ ഓരോ കഥകളും അറിയുകയാണ്. വിശദമായിട്ട് തന്നെ അനന്തും മീനാക്ഷിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. അത് കല്ലുമോളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപിരിയാൻ എനിക്കാവില്ല എന്ന് മീനാക്ഷി ഉറച്ചു പറയുകയാണ്. അതോടൊപ്പം തന്നെ മീനാക്ഷി അനന്തുവിനോട് പറയുന്നുണ്ട്, ശ്രീദേവിയെ മറക്കണമെന്നും മറ്റൊരു ജീവിതത്തിലേക്ക് പോകണമെന്നും നിർബന്ധിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്നു അനന്ത് പറയുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ മീനാക്ഷി സത്യം പറയണം. കല്ലുമോളെ മുകുന്ദൻ സാറിന് കൊടുത്താലും കല്ലുമോളെ മീനാക്ഷി മറക്കുമോ? അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അത് എനിക്കൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്നും. അതുപോലെ മീനാക്ഷി കല്ലുമോളുടെ അച്ഛനെ എന്താ വിളിക്കുന്നത്? മേനോൻ സാറെന്നല്ലേ വിളിക്കുന്നേ? അയാളെയും നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ സാധിക്കുമോ എന്ന് മീനാക്ഷിയോട് തിരിച്ചു ചോദിക്കുകയാണ് അനന്തു. ഇതെല്ലാം കേട്ട് മീനാക്ഷിക്ക് ഒരു ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. നീ അനുഭവിക്കുന്ന വേദനയും അതുപോലെ ഞാൻ അനുഭവിക്കുന്ന വേദനയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ടെന്ന് മീനാക്ഷിയോട് പറയുന്നുണ്ട്. എല്ലാവരുടെ വേദനകളും ഓരോരുത്തർക്കും ഓരോ തരം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നതെന്നും പറയുന്നു. പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയം ചിറ്റ പറഞ്ഞതനുസരിച്ച് പ്രസന്നയാണെങ്കിൽ അനന്തുവിനെ ഒന്ന് ഉപദേശിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അനന്തു ആണെങ്കിൽ പ്രസന്നയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ശ്രീദേവിയെ മറക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നും അവൾ എൻ്റെ ജീവനായിരുന്നെന്നും അതുപോലെ തന്നെ പ്രസന്ന ചേച്ചിക്ക് തീപിടുത്തത്തിൽ മരിച്ച മകനെ മറക്കാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മീനാക്ഷിയാണ് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തത്, അതൊരിക്കലും മീനാക്ഷിക്ക് മറക്കാൻ സാധിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നതോടെ എല്ലാവർക്കും ഉത്തരം മുട്ടുകയാണ്. അങ്ങനെ അനന്തുവിൻ്റെ ഈ ഉറച്ച തീരുമാനങ്ങളെല്ലാം കേട്ട് മീനാക്ഷിക്ക് അനന്തുവിനോടൊരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ കഥാനായകൻ്റെ വരവോടുകൂടി സീരിയൽ വളരെ ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.